സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്കിടെ നടത്തിയ ആക്ഷേപകരമായ പരാമർശങ്ങളിൽ കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് വി ശ്രീശാനന്ദ ഖേദം പ്രകടിപ്പിച്ചു. ബംഗളൂരുവിലെ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച ജസ്റ്റിസ് ശ്രീശാനന്ദയുടെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിൽ സുപ്രീം കോടതിയുടെ സ്വമേധയായുള്ള ഇടപെടലിനെ തുടർന്നാണ് ഖേദപ്രകടനം. ഹൈക്കോടതി ജഡ്ജി തുറന്ന കോടതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന 2 വീഡിയോകൾ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് ഗൗരവമായി പരിശോധിക്കുകയും രജിസ്ട്രാർ ജനറലിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. മുതിർന്ന അഭിഭാഷക ഇന്ദിര ജെയിൻ സിംഗ് കഴിഞ്ഞ 19-ന് എക്സിലെ തന്റെ പോസ്റ്റിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങളുടെ ക്ലിപ്പ് ഹൈലൈറ്റ് ചെയ്യുകയും ജഡ്ജിക്കെതിരെ സ്വമേധയാ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. മറ്റൊരു വിഷയത്തിൽ ഒരു വനിതാ അഭിഭാഷകക്കെതിരെ ലിംഗവിവേചനപരമായ പരാമർശങ്ങളും ജഡ്ജി നടത്തിയിരുന്നു. എക്സിലെ നിരവധി ഉപയോക്താക്കൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ വിമർശിച്ചു. ഇതേ തുടർന്നാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ഗവായ് സൂര്യകാന്ത്, ഋഷികേഷ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ച് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവുകൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ ജസ്റ്റിസ് ശ്രീശാനന്ദ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള തന്റെ പ്രസ്താവന വായിക്കുകയായിരുന്നു. ജുഡീഷ്യൽ നടപടികൾക്കിടെ നടത്തിയ ചില നിരീക്ഷണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് റിപ്പോർട്ട് ചെയ്തത്. നിരീക്ഷണങ്ങൾ മനഃപൂർവ്വമല്ലെന്നും ഏതെങ്കിലും വ്യക്തിയെയോ സമൂഹത്തെയോ ഏതെങ്കിലും വിഭാഗത്തെയോ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പരാമർശത്തിൽ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.